ഈശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും ഒരു പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് അതിനു മുമ്പേ എന്നെ ദ്വേഷിച്ചു എന്ന ഈശോയുടെ ഒരു വലിയൊരു ഒരു അറിയിപ്പോട് കൂടെയാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. കാരണം ഈശോ നമ്മളോട് പറയാതെ പറയുന്നൊരു കാര്യം, നീ ലോകത്തിൻ്റെതല്ല, നീ ദൈവത്തിൻ്റെതാണെന്നുള്ളതാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വളരണം എന്നുള്ളതാണ്. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കും? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഈ കഴിഞ്ഞ ആദ്യ ധ്യാനങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നീ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന വിഷയം എന്താണ്? നീ ആരുടേതാകാനാണ് നീ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോയുടേതാവാൻ വേണ്ടിയിട്ടാണ്? അത് ലോകത്തിൻ്റെതാവാൻ വേണ്ടിയിട്ടാണ്? എൻ്റെ ഈ ഒരു ദിവസത്തെ 24 മണിക്കൂർ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് എവിടത്തെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ്? എൻ്റെ ഉള്ളിൽ എനിക്ക് ലോകത്തിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണോ അതോ ദൈവത്തിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണോ? ഈ ഒരു ധ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഞാൻ നന്നായിട്ട് പഠിച്ച് അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നു, വീട്ടിൽ നന്നായിട്ട് പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? എന്തിനും ഒരു പുറകിലൊരു കാരണം ഉണ്ടാവും. അതെന്താണ്? നമ്മൾ പണ്ട് ഈ സൈക്കിൾ അഗർബത്തിയുടെ ഒരു ചെറിയൊരു പരസ്യം നമ്മൾ കണ്ടിട്ടില്ലേ? ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാൻ ഓരോരോ കാരണങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാനും ഓരോരോ കാരണങ്ങൾ. ആ കാരണം കണ്ടെത്തുക എന്നുള്ളത്. ആ കാരണത്തിൽ നിന്നറിയാം ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ മമത എന്തിനോടാണ്? ലോകത്തോടാണോ ദൈവത്തോടാണോ? ഈ ഒരു ദിവസം നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ്? ലോകത്തിലായിരിക്കാൻ ലോകത്തിൻ്റെ അംഗീകാരം നേടാനാണോ അതോ സ്വർഗത്തിലായിരുന്ന് സ്വർഗത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാനാണോ? ശരിക്കും നമുക്ക് ചിന്തിക്കാം. ലോകത്തിൻ്റെ സ്വന്തമാകാതെ ദൈവത്തിൻ്റെ സ്വന്തമാകുന്ന ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.